നമസ്കാരം. ചെടികളിൽ പതിവെച്ച് വേര് വരുത്തുന്ന ഒരു രീതിയാണിത്. ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ. വീട്ടിൽ കായ്ഫലമുള്ള ഏത് വൃക്ഷമുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് പതിവെച്ച് വേര് വരുത്താം. അതുപോലെ തന്നെ ഇങ്ങനെ വേര് വരുത്തിയ തൈകളുണ്ടാക്കി നമുക്ക് വിൽപ്പനയ്ക്ക് വയ്ക്കാം. അതുമൂലം നല്ലൊരു വരുമാന മാർഗം കൂടിയാക്കാം ഇത്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് അങ്ങനെ പറഞ്ഞാലാവും കൂടുതൽ പേർക്കും പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തൈകളാണ് ഈ കാണുന്നത്. ഇത് ഒരു നാരങ്ങ തൈയാണ്. ഇത് ഞാൻ ചകിരിയും തുണിയും വെച്ച് പൊതിഞ്ഞ് ഉണ്ടാക്കിയ വേര് വരുത്തിയ ഒരു രീതിയാണ്. അതിന് തുണി ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. തുണി ആയതുകൊണ്ട് തന്നെ മണ്ണിൽ പെട്ടെന്ന് ദ്രവിച്ചു പോയിക്കോളും. മാത്രമല്ല അത് വേരുകളൊക്കെ ആ തുണീൻ്റെ ഹോളിലൂടെ, ആ ഗ്യാപ്പിലൂടെയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുണി റിമൂവ് ചെയ്യാൻ നിന്നാൽ വേരിന് ക്ഷതം സംഭവിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ 3 മാസം മുതൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും പൂവിടലും കായകളും ഒക്കെ നടന്നിട്ടുണ്ടാവും. പിന്നെ വർഷം മുഴുവനും കായ ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകത. അപ്പോൾ ഈ കാണുന്ന തൈകളൊക്കെ പേരയ്ക്ക, അതുപോലെ നാരക, കറിവേപ്പ്, അത് കാണിച്ച കറിവേപ്പ് എല്ലാം ഇതുപോലെ വേര് വരുത്തി നട്ടതാണ്. ഈ പേരയ്ക്ക ഇപ്പോൾ 1 വർഷത്തോളമായി ഞങ്ങളിതും വേര് വരുത്തി മണ്ണിൽ വെച്ച് 3 മാസം മുതൽ ഇതുവരെ എന്നും ഇതിനകത്ത് പൂവും കായുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. നല്ല ഒരു ക്വാളിറ്റിയുള്ള പ്രായമായ അമ്മ മരത്തിൽ നിന്നും ഇതുപോലെയുള്ള ബ്രാഞ്ചുകൾ വെട്ടിയെടുത്ത് വേര് വരുത്തിയാൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. തൈകളുണ്ടാക്കി വിൽപ്പനയ്ക്ക് വെക്കാം. അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് കായ്ഫലങ്ങൾ വർഷം മുഴുവനും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് കാണാം. മണ്ണും ചാണകവും 2 തരത്തിലുണ്ടാക്കാം ഇത്. അത് ഇവിടെ ഞാൻ 2 തരത്തിൽ കാണിക്കാം. ഫസ്റ്റ് മണ്ണും ചാണകവുമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം മണ്ണും ചാണകപ്പൊടിയും കൂടെ 1:1 എന്ന നിലയിൽ മിക്സ് ചെയ്ത് കുറച്ച് നനച്ച് വെക്കണം. അതിനുശേഷം ചകിരി നന്നായിട്ട് പിച്ചിയെടുത്തതിന് ശേഷം നമ്മൾ ആ ചകിരിക്കകത്ത് വെച്ച് കെട്ടിയെടുക്കുന്ന രീതിയാണ് ഒന്നാമത്തേത്. ഇത് പ്രത്യേകിച്ചും വേനൽക്കാലത്തേക്കാണ് ഇങ്ങനെ ഒരു രീതി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചകിരി ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആവശ്യത്തിന് ഈർപ്പം നിലനിന്ന് വേരുകൾ പെട്ടെന്ന് വരും. ഏത് കൊമ്പിലാണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കൊമ്പ് അധികം മൂത്തതായിരിക്കരുത്. അതുപോലെ തന്നെ തീരെ ചെറിയ കൊമ്പും ആയിരിക്കരുത്. ഇതുപോലുള്ളൊരു കൊമ്പിൽ നമ്മൾ പുറത്തെ തൊലിയും തൊലിയോട് ചേർന്നുള്ള ആ പച്ച കളർ ഭാഗം കൂടെ ചെത്തി മാറ്റണം. വട്ടത്തിൽ ചെത്തി മാറ്റിയതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മണ്ണും ചാണകവും ചേർന്നുള്ള മിശ്രിതം നനച്ചതിന് ശേഷം ചകിരിനകത്ത് വെച്ച് കെട്ടിയെടുക്കാം. നാരകം, പേരയ്ക്ക തുടങ്ങിയ മരങ്ങളിലാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വർഷം മുഴുവനും കായ്ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള മരങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ചെയ്തു നോക്കണം. ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. വേരുകൾക്ക് അധികം ക്ഷതം സംഭവിക്കില്ല. അതുകൊണ്ട് വേര് വന്നാലും ഇതിൻ്റെ ഹോളിനകത്തൂടെയൊക്കെ വേരുകൾ പുറത്തേക്ക് വരും നമുക്ക് കാണാം. ആ സമയം നമുക്കിത് ഒന്ന് വെട്ടി മാറ്റി വെക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ആഴ്ചയിൽ 1-2 തവണ. ഇനി മറ്റൊരു രീതി കാണാം. ഇത് മഴക്കാലമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ചാണകവും, അപ്പോൾ ചാണകപ്പൊടി ഉപയോഗിക്കരുത്, ഫ്രഷ് ചാണകം, ഈർപ്പമുള്ള ചാണകവും ഉപയോഗിക്കണം. ചാണകവും മണ്ണും കൂടെ ചേർത്ത് നന്നായിട്ട് പ്ലാസ്റ്റിക് കവറ് ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കണം.
അതിനുശേഷം ആ കവറിൽ നടുവിലൊരു ഹോളിട്ടതിന് ശേഷം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പിൽ വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മഴക്കാലത്താണ് ഈ ഒരു രീതി കൂടുതൽ സ്യൂട്ടബിൾ ആവുക. കാരണം ഈ കവറിനകത്ത് ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വേരുകൾ വരും. ചകിരി ഉപയോഗിച്ച് പതിവെക്കുകയാണെങ്കിൽ മഴക്കാലത്ത് അതിൻ്റെ വളമെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളം അധികമായിട്ട് തണ്ടുകൾ ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതി തിരഞ്ഞെടുക്കാം. ഓപ്പൺ ചെയ്ത ഭാഗം ബ്രാഞ്ചിൻ്റെ ഉൾവശത്തേക്കാക്കി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാം. ഏകദേശം 1 മാസത്തോളം ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിന് വേരുകൾ വന്നു തുടങ്ങും. ഇത് കണ്ട, ഇതിപ്പോൾ ഒരു പേരക്കയുടെ കമ്പ് ഇതുപോലെ നമ്മൾ വേര് വരുത്തിയതാണ്. നിറയെ വേരുകളാണ് ഇതിനകത്തേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന രീതി. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക് യു.